നടത്തിയിറങ്ങുകയാണ്. അതിൻ്റെ റിസൾട്ട് നമ്മുടെയൊക്കെ പ്രതീക്ഷയ്ക്കും അപ്പുറം സാധിക്കുന്നതായി. എന്തായാലും ഈ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനും നാട്ടുകാർക്കും നമുക്കുമൊക്കെ ഉപകാരപ്പെടുന്ന നല്ല പ്രവർത്തനമായിട്ട് ചർച്ചയൊക്കെ സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ചെറിയൊരു സമയം അനുവദിച്ചിട്ടുള്ള കൃഷി ഗ്രൂപ്പിനെ പരിചയപ്പെടുത്താനും അതുപോലെ നമ്മുടെ സന്ദേശങ്ങൾ നിങ്ങളുടെ നാട്ടുകാരിലേക്ക് എത്തിക്കാനും ഈ വേദി ഇവിടെ ഒരു അവസരം നൽകിയതിന് ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറയുകയാണ്. നാം എല്ലാവരും പല ഉദ്ദേശങ്ങൾ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ഇവിടുത്തെ റിപ്പോർട്ട് വായിക്കുകയുണ്ടായി ചികിത്സയ്ക്ക് വേണ്ടി 2 ലക്ഷത്തിലധികം രൂപ കമ്മിറ്റി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചികിത്സയ്ക്ക് വേണ്ടി ഇത്രയും അധികം ക്യാഷ് നമ്മൾ ചെലവഴിക്കേണ്ടത്? കാര്യങ്ങൾ നല്ല രൂപത്തിൽ അല്ലാതെ വരുന്നതുകൊണ്ടാണ്. നമ്മൾ ഭക്ഷണക്രമത്തിൽ നമ്മുടെ ജീവിത രീതി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ജൈവ കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ഒരു പോപ്പപ്പ് ഇവിടെ വെക്കാൻ സന്നദ്ധമായത് ജിദ്ദ കൃഷിക്കൂട്ടം എന്ന് പറയുന്ന ഒരു കൊച്ചു സംഘമാണ്. ജിദ്ദയിൽ ഒരു കൊച്ചു സംഘമാണെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 1 ലക്ഷത്തിൽ പരം ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മുടെ സംഘശക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. 2009 ജിദ്ദയിലുള്ള ഒരു സാധാരണ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങിക്കൊണ്ടാണ് ഈ കൃഷി ഗ്രൂപ്പിന്റെ തുടക്കം. ആരുമായും കാര്യമായിട്ട് ബന്ധമില്ലാത്ത ഒരു സാധാരണ ഓഫീസിൽ മാത്രം ഒതുങ്ങിക്കൂടി അധികം സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത, അധികം ആളുകളെ കണ്ടാൽ അവിടേക്ക് മുന്നിലേക്ക് വരാത്ത, പേരും പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാത്ത ഒരു ചെറിയ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ തുടർച്ചയാണ് 1 ലക്ഷത്തിൽ പരം അല്ലെങ്കിൽ 1.25 ലക്ഷത്തിലധികം ആളുകൾ ഇതിന്റെ പിന്നാലെ വരാനുണ്ടായിരുന്ന കൊച്ചു ശ്രമം. ഇപ്പോഴേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ഗ്രൂപ്പിന്റെ വിവിധ ഘടകങ്ങൾ ഉണ്ട്. ജിദ്ദയിൽ മാത്രം 2000-ഓളം പ്രവർത്തകർ ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മളുടെയൊക്കെ പ്രവർത്തന രീതി അറിയിക്കുന്നത്. ഇവിടെ ഇത് പറയാൻ കാരണം ഫേസ്ബുക്കിനെ ഇവിടെ കൃഷി ഗ്രൂപ്പിനെ ഇവിടെ നിങ്ങളുമായി പരിചയപ്പെടുത്താനുണ്ടായ കാരണം എന്താ വെച്ചാൽ, ഒരു നാട്ടുകാരായ ആളുകൾ പ്രവാസികളും നാട്ടിലുമുള്ള ഒരു ജിദ്ദ മൈലപ്പുറം എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണ് ഇവിടെ കൂടിയിട്ടുള്ളത്. നാം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമ്മുടെ സ്വന്തം നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ വിജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതാണ് ഇവിടെ ഈ റിപ്പോർട്ടിലും നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ. എന്ത് തന്നെയായാലും ജിദ്ദയിലും അതുപോലെ ദുബൈ, ഖത്തർ, കുവൈത്ത് തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷി ഗ്രൂപ്പ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ജിദ്ദ അല്ലെങ്കിൽ കൃഷി ഗ്രൂപ്പ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് എന്നതിന്റെ ചെറിയ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെയും നമ്മൾ ഭക്ഷണം കഴിക്കില്ല. കാരണം സ്വയം കൃഷി ചെയ്തിരുന്ന ഒരു കാലമായിരുന്നു നമ്മുടെ പഴയ കാലം. ഇപ്പോഴേ എല്ലാം നമ്മൾ മറ്റ് അന്യ സംസ്ഥാനത്തെ എല്ലാ വിഷയത്തിലും നമ്മൾ ആശ്രയിക്കുന്നത് പോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിലും ആശ്രയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ചു കാലമായിട്ട് നമ്മൾ ആ രീതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സന്തോഷം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു പ്രചോദനം കൊടുത്തത് സോഷ്യൽ മീഡിയ രംഗത്ത്, അതേപോലെ ഗ്രാമാന്തരങ്ങളിൽ നാട്ടിലും ഇവിടെയും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൃഷി ഗ്രൂപ്പ് പോലെയുള്ള നിരവധി കൂട്ടായ്മകളുടെ ഫലമാണ് എന്ന് പറയുന്നത് സന്തോഷമുണ്ട്. ഇന്ന് കാലത്ത്
1000-ഓളം വരുന്ന തൈകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വിത്തിട്ടുകൊണ്ടില്ല. അവിടെ പ്രവർത്തകരുമായിട്ട് കൂടിയിട്ട് പിന്നെ കൃഷി ഗ്രൂപ്പിന്റെ കീഴിൽ ഒരു ഗ്രീൻ വോളണ്ടിയർ ടീം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കൃഷിയെ കുറിച്ചുള്ള ഉപദേശങ്ങളോ തയ്യോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംവിധാനം നമ്മളെടുത്തത്. അപ്പൊ ഇന്ന് കാലത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്തിന്റെ വില്ലേജ് സൗകര്യപ്രദമായ സ്ഥലത്ത് 1000-ഓളം തൈകൾ, വിവിധ തരത്തിലുള്ള തൈകൾ, കാരണം ചൂടൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ അച്ചൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ തൈകളായി വരുന്ന രൂപത്തിലുള്ള നിരവധി തൈകൾ, നിരവധികളും പച്ചമുളക്, തക്കാളി, വെണ്ടയ്ക്ക, അതേപോലെ ചെറിയ ചെടികളായിട്ട് വളർത്താൻ പറ്റുന്ന വള്ളികളല്ലാത്ത ചെറിയ നമ്മൾ സ്ഥലമൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ കിട്ടുന്ന ചെറിയ ബാൽക്കണിയിലടക്കം കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള നല്ല വിവിധ ഇനം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന് വിത്തുകൾ ഇട്ടിട്ട് ഈ തൈ റെഡിയാക്കുന്ന ജോലിയായിരുന്നു നമുക്കിവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും പലതരത്തിൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇത് ലഭിക്കുന്നത്. പക്ഷേ 2 ആഴ്ചക്കുള്ളിൽ തൈകൾ തയ്യാറാവും. ഇത് നിങ്ങളിലേക്ക് സൗകര്യപ്പെടുന്ന ആളുകൾ, ഇങ്ങനെയുള്ള സ്പേസ് ഉള്ള ആളുകൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സൗകര്യവും സമയവും സ്ഥലവും ഒക്കെ ഉള്ള ആളുകൾക്ക് സൗജന്യമായ വിതരണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരം തൈകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള വളം, മണ്ണ്, അതേമാതിരി മറ്റുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഈ വോളണ്ടിയർ ടീം നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ജില്ലയിൽ അവിടെ വന്നിട്ട് തന്നെ നേരിട്ട് തരാനുള്ള സംവിധാനം കൃഷി ഗ്രൂപ്പ് സംവിധാനിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്ന സൗജന്യ വിത്ത് വിതരണ കേന്ദ്രം തപാലിൽ അയച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വീട്ടുകാർക്ക് തൈകൾ ആവശ്യമുണ്ടായിരുന്നു, വിത്തുകൾ ആവശ്യമുണ്ടെന്നുള്ളത് പിന്നെ കവറും നിങ്ങളുടെ അഡ്രസ്സും അയച്ചു കൊടുത്താൽ കേരളത്തിൽ 2 കേന്ദ്രങ്ങളായിട്ട്, ഒന്ന് തൃശ്ശൂർ ജില്ലയിലും മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഗിരിയാൻകുടി എന്നൊരു പ്രദേശമുണ്ട്, അങ്കമാലിയുടെ ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലം. ഇങ്ങനെയുള്ള 2 കേന്ദ്രത്തിൽ നിന്നും വിത്തുകൾ നമ്മൾ ഡയറക്റ്റ് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ കൂട്ടായ്മകളിലൂടെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സന്ദേശം, ഭക്ഷണം കഴിക്കുന്നത് അത് നല്ലതാവണമെന്ന ഒരു നല്ല സന്ദേശം നമുക്ക് പിന്നെ എത്തിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ചെറിയ രൂപത്തിൽ ഇവിടെ കണ്ട ആ ഒരു പോപ്പപ്പിന്റെ ചെറിയൊരു രൂപം, അതിനെ കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് ഒരു ചെറിയൊരു പാമ്പ്ലെറ്റ് ഇവിടെ വിതരണത്തിന് വെച്ചിട്ടുണ്ട്. അത് ഈ സ്ത്രീകളുടെ ഭാഗത്ത് വേണ്ടി വിതരണം ചെയ്തു, ബാക്കിയുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതിന്റെ അടിത പകരം വിഷമുക്ത ഭക്ഷണം എന്ന ഒരു ക്യാമ്പയിനോട് കൂടിയിട്ടായിരുന്നു നമ്മുടെ പ്രവർത്തനം ഇവിടെ തുടങ്ങിയത്. അതായത് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെ കുട്ടികളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ നാട്ടുകാരെയും ഒക്കെ നമുക്ക് പരിചരിക്കാം എന്ന ഒരു കൊച്ചു ശ്രമം. നമ്മളൊക്കെ പലരും നേരത്തെ കർഷക കുടുംബത്തിൽ ജനിച്ചവരാണെങ്കിൽ ഇപ്പൊ കൃഷിയോടൊക്കെ വളരെ മടുപ്പാണ്. ആളുകളുടെ കൃഷി നഷ്ടമാണെന്ന് പറയുന്നത് പോലും. പക്ഷെ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ പ്രവാസ ലോകം മതിയാക്കി നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന നല്ലൊരു ശതമാനം ആളുകൾ കൃഷി ഉപജീവന മാർഗമായിട്ട് അല്ലെങ്കിൽ അതൊരു ലഹരിയാക്കി മാറ്റി ചെയ്യുന്ന വിജയകഥകൾ ഒരുപാട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പേരെ കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ശ്രമം നമ്മളിൽ പിന്നെ മഹല്ല് കൂട്ടായ്മയിലൂടെ ഒരു സന്ദേശം ശ്രമിക്കുകയാണെങ്കിൽ നാട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ, സ്വന്തം ബന്ധുക്കളുടെ വീട്ടിൽ, അതുപോലെ നാട്ടിൽ കൂട്ടായിട്ട് ഒരു പ്ലോട്ടിൽ ഒരുമിച്ച് ചെയ്യുന്നൊക്കെ രൂപത്തിൽ നല്ല നാട്ടിന് വേണ്ട പച്ചക്കറികൾ, വിഷമുക്തമായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ നമ്മുടെ നാടിന് വേണം. എന്നാൽ ഇത് കൊടുത്ത പോലെ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ചാരിറ്റി നമ്മൾ രോഗികൾക്ക് കൊടുക്കേണ്ടി വരും. ആ കാശ് മറ്റെന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഇതില് പിന്നെ ഈ പൂപ്പൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില സംഭവങ്ങളിൽ അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് ഭക്ഷണത്തിലെ യഥാർത്ഥ രുചി തന്നെയാണ്. കാരണം നമുക്ക് സത്യത്തിൽ നമ്മൾ ചെറുപ്പകാലത്ത് കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ രുചിയൊന്നുമല്ല ഇപ്പോഴുള്ള ഭക്ഷണത്തിന്റെ രുചി.
നാട്ടിലെത്തിയിട്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ശരിയല്ല, ഇതിന്റെ കുഴപ്പമുണ്ട്. ഇവിടുന്ന് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ക്യാമ്പിൽ വന്നപ്പോൾ നമ്മൾ സാധാരണ ചീര മാത്രമല്ല എല്ലാത്തരം പച്ചക്കറികളും ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന നാട്ടിലെ അത്ര തോതിൽ വിഷം ഇവിടെ ഇല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ അത് നാട്ടിൽ സ്വന്തം ഉണ്ടായി ഇവിടെ ഫ്ലാറ്റിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചപ്പോഴേ ഇത് ടേസ്റ്റ് വ്യത്യാസം. കാരണം അപ്പോഴാണ് അവർ യഥാർത്ഥത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത്, യഥാർത്ഥ രുചിയതാണ്. പക്ഷേ വിഷങ്കലുള്ള ഭക്ഷണം കഴിച്ച് യഥാർത്ഥ ഭക്ഷണത്തിന്റെ രുചി പ്രയാസം വരുന്ന രൂപത്തിലാണ് നമ്മളുടെ ജീവിത രീതികൾ. അപ്പം പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഒരു സന്ദേശം, ഹരിതഭവനം വിഷമുക്ത ഭക്ഷണം എന്ന് പറയുന്ന ഒരു സന്ദേശം നാം നമ്മുടെ ഗ്രാമത്തിൽ സജീവമായിട്ട് പരിചയപ്പെടുത്തുകയാണ് എന്നുള്ളത് നമുക്ക് ഒരുപാട് മേഖലകളിൽ വിജയം കൊഴിയാൻ പറ്റും. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ആരോഗ്യം ഉണ്ടാക്കണം. അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. ഭക്ഷണം മാത്രമല്ല, നമ്മുടെ പരിസര ശുചീകരണം, നമ്മുടെ തോട്, കുളം, നമ്മുടെ നാട്, അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിജയം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് ഒരു കഥയുണ്ട്. നമ്മളെ പ്രവർത്തകരെ കൂട്ടത്തിൽ, പ്രവർത്തകർ മീൻസ് നമ്മൾ പല പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നവരാണ്, പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ ഈ കൃഷി ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിൽ വരുന്നവർ ഒരു തീരുമാനമെടുക്കും. പച്ചമുളക് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നില്ല. അങ്ങനെ തീരുമാനം എടുത്തൊക്കെ പച്ചമുളക് മാത്രം ഫസ്റ്റ് ലക്ഷണം എന്നുള്ള പോലെ ഒരു ചട്ടിയിൽ ഒരു പച്ചമുളക്, വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങുന്നില്ല എന്നൊരു തീരുമാനം നമ്മൾ ഒന്നായിട്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഈ മൈലപ്പുറം നിവാസികൾ മാത്രം ഒന്ന് അങ്ങനെ ചിന്തിച്ചാൽ ആലോചിച്ച് നോക്കി എത്ര ലോഡ് മുളക് നമ്മൾ ഒരു മാസം ഉപയോഗിക്കുന്നുണ്ടാവും. ഒരു വീട്ടിലേക്ക് പച്ചമുളക്, ഈ പച്ചമുളക് സക്സസ് ആയി കഴിഞ്ഞാൽ ഒരു തക്കാളി ചെടി വെറുതെ ഉണ്ടാകുന്ന സാധനം ശരി വെറുതെ ഉണ്ടാകും, പിന്നെ വേണ്ട. അതേപോലെ ഒന്ന് അത്യാവശ്യം വീട്ടിലേക്കുള്ള ഓരോ സാധനങ്ങൾ വെച്ചത് കഴിച്ചിട്ട് ഒരുപാട് ഉണ്ടാകുമ്പോൾ ഒരൽപ്പം അയൽവാസികൾക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിൽ കാണുകയാണ്. വലിയ വിപ്ലവം നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ നടത്താൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇത്തരം ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അത് നിങ്ങളുടെ നാടിനെ, നാട്ടുകാരെ അറിയിക്കുക. അതോടൊപ്പം തന്നെ ജില്ലയിൽ നമ്മളൊരു ശ്രമം നടത്തി നടത്തണം. ഒരു പച്ചമുളകിലോ ഒരു തക്കാളിയിലോ ശ്രമം തുടങ്ങിക്കൊണ്ട് അതിനൊരുപാട് സെന്റ് സ്ഥലമൊന്നും വേണ്ട. നമ്മളുടെ ബാൽക്കണി മതി. ഒരു ബാൽക്കണി ഇല്ലാത്ത വളരെ അപൂർവമായിട്ട് അതിനൊക്കെ വേണ്ട സഹായ സഹകരണങ്ങൾ കിട്ടുന്നുണ്ട്. അവിടെ എഡ്യൂക്കേഷൻ സെന്ററുണ്ട്. പിന്നെ ഈ കൃഷി ഗ്രൂപ്പിൽ സത്യത്തിൽ ഒരുപാട് ഇവിടെയുള്ളവരും നാട്ടിലുള്ളവരുമായ കാർഷിക രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ നമ്മളിവിടെ സഹകരിക്കുന്നുണ്ട്. കൃഷി വകുപ്പിലുള്ള ആൾക്കാർ, അതേപോലെ നല്ല കർഷകർ, അവരുടെയൊക്കെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഒരു ചെറിയ സാമ്പിൾ മാത്രം പറയാം. തിരുവനന്തപുരത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിന് ഇഷ്ടംപോലെ സർക്കാരിന്റെ സ്ഥലം ഉണ്ടായിരുന്നു, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം. അതിൽ ഏകദേശം 2-3 ഏക്കർ സ്ഥലത്ത് നമ്മളുടെ പ്രവർത്തകർ നേരിട്ട് ചെന്ന് അവിടെയുള്ള അന്തേവാസികൾക്ക് വേണ്ട പച്ചക്കറികൾ മൊത്തം സൗജന്യമായിട്ട് നമ്മുടെ പ്രവർത്തകർ പോയി കൃഷി ചെയ്ത് ഉണ്ടാക്കി വിളവെടുത്തു വരുന്ന ഒരു നല്ല അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കാരണം ഇത്തരം വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ തവനൂരിലുള്ള, നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള തവനൂരിലുള്ള ഒരു പ്രതീക്ഷ ഭവൻ നമ്മൾ പത്രം മുഖേന പല സമയത്ത് കണ്ടതാണ്. അവിടെയും ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന അനുഭൂതി. പിന്നെ അതുപോലെ ചെറിയ ചെറിയ ചാരിറ്റി സേവനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇതിനിടെ തിരുവാലിയിലുള്ള LP സ്കൂളിൽ കേരള സർക്കാരിന്റെ ഏറ്റവും നല്ല ജൈവ കൃഷി നടത്തിയ സ്കൂളുകൾക്ക് അവാർഡ് ആ സമയത്ത് നമ്മളുടെ വക ഒരു പ്രോത്സാഹനം എന്നുള്ളത് കൃഷി ഗ്രൂപ്പിന്റെ ഒരു ചെറിയ സമ്മാനവും ചെറിയ ഒരു സംഭാവന ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കർഷക മികവ് കണ്ടിട്ട് ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെയുള്ള നിരവധി ചാരിറ്റി പ്രോത്സാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇവിടെ ഇത് പറയാനുള്ള കാരണം ഇത്തരത്തിലുള്ള ഒരുപാട് ടെക്നിക്കുകളുമായിട്ട് നാം നമ്മുടെ ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ കൂട്ടായ്മയിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ശക്തമായ ഒരു ഇടപെടലായിരിക്കും. നമ്മൾ എവിടെയാണെങ്കിലും
നമ്മുടെ നാടിനെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും ചെറിയ വാക്കുകളിലൂടെ നിങ്ങൾ നീണ്ടുപോയത് ക്ഷമിക്കുക. ആകെ 10 മിനിറ്റായിരുന്നു എനിക്ക് അനുവദിച്ചു തന്നത്. അതിന് എപ്പോൾ കൂടിയെന്ന് തോന്നുന്നു. എന്തായാലും പിന്നെ നിങ്ങളുടെയൊക്കെ ഇടപെടലുകൾ നമ്മുടെയൊക്കെ ഓരോ നാട്ടിലും ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യണം. അതിന് നിങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണ്. ഇവിടെ കൗണ്ടറുണ്ട്. പിന്നെ വിത്ത് തെയ്യ് ഒക്കെ വേണ്ടവർക്ക് അല്ലെങ്കിൽ കൃഷി ഉപദേശങ്ങൾ വേണ്ടവർക്ക് നിങ്ങൾ ഈ കൗണ്ടറുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് നിങ്ങൾ എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യം നൽകുന്നത്. അസ്സലാമു അലൈക്കും.